അവൻ നിന്നയുണ്ടെങ്കിലും അവൻ നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, അവ ദൈവിക സന്തോഷം ധനിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക പ്രവൃത്തിയാണ്. അവ ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. അവ ഏത് പ്രതികൂലത്തിലൂടെ നീ പോയാലും അവ നിന്റെ ജീവിതത്തിനകത്ത് അവ സന്തോഷവും സമാധാനവും ആ ദൈവം എടുത്തു കളയത്തില്ല. കാരണം ആ ദൈവം പറയുകയാണ്, അവ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു. ആളുകൾ ഞെരുക്കുവാൻ നോക്കിയപ്പോ അവൻ ഭയപ്പെട്ട ഒരു ദൈവമല്ല. ആളുകൾ ഒറ്റപ്പെടുത്തുവാൻ നോക്കിയപ്പോ അവൻ സങ്കടപ്പെട്ട ദൈവമല്ല. അവൻ കൂടിയപ്പോ അവൻ മാറിപ്പോയ ദൈവമല്ല. കൊല്ലുവാൻ നോക്കുന്നതിന്റെ മുമ്പിലൂടെ അവൻ നടന്നു പോയവനായ ക്രിസ്തു. ആ ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ആ ക്രിസ്തു നമ്മുടെ കർത്താവായി കൂടെ ഇരിക്കുമ്പോ എത്ര പേർക്ക് എന്നോട് ചേർന്ന് പകക്കല പറയാൻ സാധിക്കോ? ആ യേശു എന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഏതു നേരത്തും എന്റെ ജീവിതത്തിനകത്ത് സമാധാനം മാറിപ്പോകത്തില്ല. അവൻ സമാധാനം എന്റെ ജീവിതത്തിനകത്ത് വ്യാപരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സമാധാനത്തിന്റെ പ്രഭു എന്റെ കൂടെയുണ്ട്. അവൻ തന്നേച്ചു പോകുന്നുവെന്ന് ഉറപ്പ് പറഞ്ഞ ആ ദൈവം എന്റെ കൂടെ ഉള്ളപ്പോ അവ ദൈവിക സമാധാനമുണ്ട്. ആ ദൈവിക സമാധാനം വ്യാപരിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടൊപ്പമുണ്ട്. പക്ഷേ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നേക്കാം, ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്, അവൻ നിന്നെ ദൈവരാജ്യത്തിനകത്ത് ആക്കി വെച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവരാജ്യത്തിനകത്ത് ആക്കി വെക്കുക മാത്രമല്ല, റോമാലേഖനത്തിനകത്ത് പറഞ്ഞതുപോലെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അത് ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനവയ്ക്കും ഉള്ളതിന് ശ്രമിച്ചു കൊള്ളുക. അതുകൊണ്ട് നാം സമാധാനത്തിനും അന്യോന്യം ആത്മിക വർധനയ്ക്കും ഉള്ളിന് ശ്രമിച്ചു കൊള്ളുവാനായിട്ട് ഇടയാറ്റിനാണ്. ഭക്ഷണ നിമിത്തം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെ, എങ്കിലും ഇടച്ചു വരുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോ ആ ദൈവിക സമാധാനം നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവിക സമാധാനത്തിനകത്ത് ദൈവം നമ്മളെ ഇടയായിത്തീരും. ദൈവം വാഴുന്നു എന്ന് പറയുമ്പോ അവിടെ പറയുകയാണ്, ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുകയാണ്. ദൈവം വാഴുമ്പോ ഇവിടെ സംഭവിക്കുന്നു, ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, ആന്തരികമായ മാറ്റം സംഭവിക്കുന്നു. സർവശക്തനായ ദൈവം വാഴുമ്പോ നമ്മുടെ ലൈഫിനകത്ത് മാറ്റം സംഭവിക്കുന്നത് ബാഹ്യമായ മാറ്റം പ്രകടമായി മനുഷ്യന് കാണാൻ സാധിക്കും. എന്നാൽ ആന്തരികമായ മാറ്റങ്ങൾ സംഭവിക്കണം. ആന്തരിക മാറ്റം സംഭവിക്കുന്നത് രഹസ്യമായി മുന്തിരി ചക്കിനകത്ത് കൊയ്തെടുത്തു കൊണ്ടുവന്നത് മെതിക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ച്, ഗിദെയോനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവന്റെ ജീവിതത്തിനകത്ത് ആന്തരിക മാറ്റം സംഭവിച്ചിരുന്നില്ല. അവൻ ചിലത് കൊയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം ഒരു വിധത്തിനകത്തുണ്ട്. കാരണം വിതച്ചതാണ്. എപ്പോഴും നശിപ്പിച്ചു പോകുന്ന അനുഭവത്തിനകത്തു നിന്നും എന്റേതായി ചിലത് എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഭയമുണ്ട്, പ്രയാസമുള്ളത് കൊണ്ടാണ് രഹസ്യത്തിൽ രാത്രി യാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ എൻകൗണ്ടർ അവന്റെ ലൈഫിനകത്ത് സംഭവിക്കുമ്പോൾ അവന് പല ചോദ്യങ്ങൾ ദൈവത്തിന് മുമ്പിലുണ്ട്. കാരണം അവന്റെ ചോദ്യമൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒന്നൊന്നായി ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തുമ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ അവന് സംഭവിക്കുന്നത് ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. ഹല്ലേലൂയ. ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി അവൻ ഒരുങ്ങിയതിന്റെ റീസൺ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, ആന്തരിക മാറ്റം സംഭവിച്ചു. ദൈവത്തെ സേവിക്കുന്ന ഓരോ ദൈവ മക്കൾക്കും സംഭവിക്കേണ്ടത് ആന്തരിക മാറ്റമാണ്. ആന്തരികമായ മാറ്റം നമുക്ക് സംഭവിക്കണം. ആന്തരിക മാറ്റം സംഭവിക്കാതെ ഒരിക്കലും ഒരു ദൈവ പ്രവർത്തിക്ക് ചുമൽപ്പെടുക്കുവാനോ ഭാഗമാകുവാനോ നമുക്ക് സാധിക്കത്തില്ല. രക്ഷിക്കപ്പെട്ടത് ശരിയാ, സ്നാനപ്പെട്ടത് ശരിയാ, പക്ഷേ ആന്തരികമായ മാറ്റം സംഭവിക്കുന്നെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ്. മനം തിരിഞ്ഞു മാനസാന്തരപ്പെടാൻ പറയുമ്പോഴും ആന്തരിക മാറ്റമാണ് സംഭവിക്കേണ്ടത്. ആന്തരിക മാറ്റം എങ്ങനെ സംഭവിക്കുന്നത്? ആന്തരിക മാറ്റം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിനകത്ത് മാത്രമല്ല, അവന്റെ സ്വഭാവ രീതിക്കകത്ത് മാറ്റം സംഭവിക്കും, അവന്റെ വേഷവിധാനങ്ങൾക്ക് മാറ്റം സംഭവിക്കും, അവന്റെ ഭക്ഷണങ്ങൾക്ക് മാറ്റം സംഭവിക്കും, അവന്റെ അപ്രോച്ചിന് മാറ്റം സംഭവിക്കും, അവൻ മറ്റുള്ളവർ ഇടപെടുന്നതിന് മാറ്റം സംഭവിക്കും, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിക്കും.
സംഭവിക്കും. അപ്പൊ ആന്തരിക മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ ഇതെല്ലാം സംഭവിക്കത്തുള്ളൂ. അപ്പൊ പൗലോസിനെ കാണാൻ സാധിക്കുന്നു. അവൻ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വരെ എത്തുമ്പോൾ അവന് വചനം നല്ല തിട്ടമുണ്ടായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠനായ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവൻ ന്യായപ്രമാണം പഠിച്ചവനായിരുന്നു. ദൈവത്തെ കുറിച്ചുള്ള അറിവ് അവനുണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? അവൻ ദൈവജനത്തെ ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് അവന്റെ മനസ്സു മാറി. പരിശുദ്ധന്മാരുടെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ കഴിയാതെ വണ്ണം, യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുകകളെ മനസ്സിലാക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കണ്ണ് അവൻ കുരുടായി മാറുന്ന അനുഭവം അവന്റെ ജീവിതത്തിനകത്തുണ്ടായി. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവൻ ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ട് അവൻ അനനിയാസിന്റെ വീട്ടിൽ വെച്ച് സുഖം പ്രാപിച്ച് അവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന അപ്പോസ്തലൻ പൗലോസ് എന്ന നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു റീസൺ, ഒരു ആന്തരിക ചലനം അവന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു. ആന്തരിക മാറ്റം സംഭവിച്ചു. ഈ ആന്തരിക മാറ്റം അവന്റെ ലൈഫിനകത്ത് വന്നപ്പോ പല ആളുകളും അവൻ എന്ത് ചെയ്തില്ല, മനസ്സിലാക്കുവാനോ കൈക്കൊള്ളുവാനോ തയ്യാറായില്ല. എങ്കിലും സ്വർഗത്തിലെ ദൈവം അവനെ കൈക്കൊള്ളുക മാത്രമല്ല, അപ്പോസ്തലനായി അവന്റെ ജീവിതത്തെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അവ ആന്തരിക മാറ്റം അനുഭവിച്ചു. എന്നാൽ അവ പല ആളുകളും അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും അവ ഇത് പകൽക്കാലം നിന്നെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അപ്പോലോസിനെ പോലെ അവനെ കൈക്കൊള്ളുവാൻ ആരും തയ്യാറായില്ലെങ്കിലും അവനെ കൈക്കൊള്ളുക മാത്രമല്ല, തക്ക നേരത്ത് അവനെ ഉയർത്തുവാൻ കഴിയുന്ന ഒരുവൻ, ഹല്ലേലൂയ, തക്ക നേരത്ത് നിന്നെ മാനിപ്പാൻ കഴിയുന്ന ഒരുവൻ അവനെ കൈ പിടിച്ചിട്ടുണ്ട്. അവനെ കൈക്കൊള്ളും. അവൻ യെരൂശലേമിൽ ഉള്ളവർ നിന്നെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ശുശ്രൂഷകൾ തീർന്നു പോകത്തില്ല. അവൻ യെരൂശലേമിൽ ഉള്ളവർ അവനെ ശുശ്രൂഷിക്കാൻ വേദി തന്നില്ല എന്ന് വെച്ച് ഇനി അഭിഷേകം ചോർന്നു പോകത്തില്ല. യെരൂശലേമിൽ ഉള്ളവർ അവനെ ചോർത്ത് പിടിച്ചില്ല എന്ന് വെച്ച് ഇന്ന മേലുള്ള ആത്മനിയോഗം നശിച്ചു പോകത്തില്ല. അവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു എന്ന് അവൻ നിന്നോട് സംസാരിക്കുന്നുവെന്ന് അരുളി ചെയ്ത ഒരുവൻ അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ യെരൂശലേം പട്ടണം ഇല്ലെങ്കിലോ അനേക പട്ടണങ്ങൾ അനേക പട്ടണങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോയി അവയെ ശുശ്രൂഷിപ്പിക്കാൻ കഴിയുന്ന ഒരുവനെയാണ് അവൻ സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലം അവന് ആന്തരിക മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആര് കൈക്കൊണ്ടില്ലെങ്കിലോ അവ ദൈവം നിന്നെ കൈക്കൊള്ളുവാൻ തീരോ. കാരണം അവൻ വാഴുന്ന ദൈവമാണ്. അവൻ രാജാവായി വാഴുന്നു. അവൻ രാജാവായി വാഴുന്നു. യേശു രാജാവായി വാഴുന്നു. അവൻ എന്റെ ജീവിതത്തിനകത്ത് വാഴുന്നു.